ഡെപ്യൂട്ടി മേയർ, ഇത് വളരെ ഗുരുതരമായൊരു സാഹചര്യം നഗരമേഖലയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ ആശങ്കയിലാണ് അവിടെയുള്ള പ്രദേശവാസികൾ, യാത്രക്കാർ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾ, ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നവർ, പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നവർ. അങ്ങനെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത്. ഇതൊരു പുതിയ പ്രശ്നമൊന്നുമല്ല. നേരത്തെ തന്നെ കണ്ണൂരിൻ്റെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. നഗരമേഖലയിൽ തന്നെ ഈ നായപ്പേടിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും ഇതൊരു പരിഹാരമില്ലാത്ത പ്രശ്നമായി ഇങ്ങനെ 2 ദിവസത്തിനിടയിൽ 70-ലധികം ആളുകൾക്ക് കടിയേൽക്കുന്ന നിലയിലേക്കൊക്കെ ഇങ്ങനെ ഒരു പരിഹാരമില്ലാത്ത പ്രശ്നമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കോർപ്പറേഷന് നേരെ ഇപ്പോൾ ഉയരുന്ന ചില വിമർശനങ്ങളുണ്ട്. അതിൽ കൂടി താങ്കളുടെ മറുപടി. അല്ല, ഇത് കോർപ്പറേഷനെ മാത്രം പഴിചാരിക്കൊണ്ട് കാര്യമില്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പരിമിതമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഈ തെരുവ് ന്യായ സംബന്ധിച്ച വിഷയത്തിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടുവരുന്നുണ്ട്. ഇപ്പോ ഉള്ള പ്രധാന വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഈ തെരുവ് നായ്ക്കളുടെ ശല്യം കണ്ടുവരുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി കണ്ണൂർ നഗരത്തില് ഇതൊരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ആ മാറിയ വിവരം അറിഞ്ഞ ഉടനെ തന്നെ മേയറും അതുപോലെ തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകളും അതുപോലെ ഹെൽത്ത് വിഭാഗം ആളുകൾ, തൊഴിലാളികൾ, കണ്ടീഷന്റ് വർക്കേഴ്സ് എല്ലാവരും 4 ഭാഗത്ത് ടൗണിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഈ അക്രമവാസനയുള്ള നായയെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഉദ്യോഗസ്ഥന്മാർ, എസ്ഐമാര്, 2-3 എസ്ഐമാർക്ക് ചാർജ് നൽകുകയും മേയർ അവരും അതോടൊപ്പം തൊഴിലാളികളും ഈ നായയെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നായ്ക്കളെ പിടിക്കാനോ അതിനെ എന്താ ചെയ്യുക, അതിനെ വേറെ ഒന്നും ചെയ്യാൻ നമുക്കിപ്പോ നിർവാഹമില്ല. പേ പിടിച്ച നായി ആയാൽ പോലും അതിനെ പിടിച്ച് കൊല്ലാനോ, കൊന്നു കഴിഞ്ഞാൽ തന്നെ അതിനെതിരെ പരാതികളും ആക്ഷേപങ്ങളുമാണ് വരുന്നത്. അവർക്കെതിരെ കേസ് വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ റെയിൽവേ സ്റ്റേഷന്റെ അവിടെയുള്ള തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകളെ അന്ന് കടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥനെതിരെ അന്ന് പേ പിടിച്ച നായയെ പിടിച്ചു എന്നുള്ള കാരണം കൊണ്ടാണ് അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. ആ കേസുമായി ഇന്നും ആ ഉദ്യോഗസ്ഥൻ വലഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഇത് ആരാണ് ഇത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നമ്മള് ജില്ലാ പഞ്ചായത്തിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ നമ്മള് സ്വയം ഇത് ഏറ്റെടുത്തുകൊണ്ടോ കാര്യമില്ല. ഇതിന് ഒരു ശക്തമായ ഇടപെടൽ നടത്തേണ്ടത് ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ്. കാരണം മനുഷ്യ ജീവന് വിലയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് നമുക്കൊന്നേ പറയാനുള്ളൂ, സർക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം തരട്ടെ. ശരി, ആ അധികാരം എന്നതിനെ വളരെ വിശാലമായ ഒരു അർത്ഥത്തിലാണ് താങ്കൾ വിശദീകരിക്കുന്നത്. ഈ നിലവിലുള്ള നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്, ആ നിയന്ത്രണത്തിൽ നിന്നുകൊണ്ട്, ആ ചട്ടം മാറ്റപ്പെടേണ്ടതാണോ എന്നതൊക്കെയുള്ള വിശദമായി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഈ നിലവിലിപ്പോൾ ഈ ചട്ടം, നിയമം അത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇത് ജനങ്ങളുടെ ആശങ്കയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ അല്പം കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക ജില്ലാ പഞ്ചായത്തിനാണ് എന്നൊക്കെ കോർപ്പറേഷൻ്റെ ഒരു വാദമായി മുന്നോട്ട് വെക്കാമെങ്കിലും കോർപ്പറേഷൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു? ഇത് കാലങ്ങളായുള്ള പ്രശ്നമാണ്. ഇന്ന് ഈ സംഭവത്തിന് ശേഷം ചെയ്ത നടപടികൾ താങ്കൾ വിശദീകരിച്ചു. അതിനു മുമ്പ് കോർപ്പറേഷൻ എത്രത്തോളം ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചോദ്യം ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായും ഉയരും. അതിനുള്ള മറുപടി അഡ്വക്കേറ്റ് പി. ഇന്ദിര. ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ കുറെ പേരെ കടിച്ച സമയത്ത് തന്നെ നമ്മൾ ഇതിനെ സംരക്ഷണം കൊടുക്കാൻ, നായയെ പിടിക്കാനും അതിനെ കൊണ്ടിടാനും കൂടുണ്ടാക്കാം എന്ന് ആവശ്യപ്പെട്ടു കൂടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ എന്താ പറയാ, പേ പിടിച്ച നായ്ക്കൾ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. തെരുവിലുള്ള നായ്കളെ നമുക്ക് പിടിക്കാനോ അതിന് വാക്സിനേഷൻ ചെയ്യാൻ പോലും നമ്മൾ നായയെ പിടിക്കുമ്പോൾ അതിനെ എതിർത്ത ആളുകൾ ഈ പൊതുസമൂഹത്തിലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് തെരുവിൽ അലഞ്ഞു തിരിയുന്ന നായയെ പിടിച്ച് വാക്സിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ABC പ്രോഗ്രാം, ABC എന്ന് പറയുന്നത് DPC പ്രൊജക്ട് ആയിട്ട് നമ്മൾ ജില്ലാ പഞ്ചായത്തിന് ചുമതലയുണ്ട്. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജില്ലയിലുള്ള ഒരു വിഹിതം നമ്മൾ ജില്ലാ പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയും ആ ജില്ലാ പഞ്ചായത്താണ് ABC പ്രോഗ്രാം കണ്ണൂർ ജില്ലയിൽ നടപ്പിലാക്കി വരുന്നത്. അപ്പൊ അതിന്റെ വിഹിതം കഴിഞ്ഞ കാലങ്ങളിൽ 20 ലക്ഷം രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വർഷവും നമ്മൾ 5 ലക്ഷം രൂപ പദ്ധതി ആസൂത്രണമായി വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ചെയ്യുന്നത് നായകളെ പിടിക്കാനുള്ള നായ പിടുത്തക്കാരെ നമ്മൾ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. കാരണം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ പേ പിടിച്ച നായ്ക്കളുടെ അക്രമം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് ഇവരെ പിടിക്കാനുള്ള സാഹചര്യമുള്ളൂ.
അപ്പൊ അങ്ങനെ പിടിക്കാൻ വേണ്ടി നായപിടുത്തക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, കൂടുണ്ടാക്കിയിട്ടുണ്ട്, അതിനെ നിരീക്ഷണത്തിൽ വെക്കാൻ വേണ്ടി കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും ഈ ഒരു പ്രശ്നം, നമുക്ക് ജനങ്ങളുടെ ജീവനും അവരുടെ ഇതിലാണ് പ്രാധാന്യമുള്ളത്. ഇനി അങ്ങോട്ടേക്ക് നാളെ തന്നെ നമ്മൾ അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊരു കൂട്ടായ ചർച്ചയായി. ഇവിടെ രാഷ്ട്രീയമല്ല ഇവിടെ വിഷയം, നമുക്ക് പൊതുജനങ്ങളുടെ ജീവന്റെ മേലെയുള്ള വിഷയമാണ്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോക്കൽ ബോഡി സെൽഫ് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ചിട്ട് വിശദമായി ചർച്ച ചെയ്യാനും എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി അതിനാവശ്യമായിട്ടുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ നാളെ അടിയന്തരമായിട്ടുള്ള കൗൺസിൽ വിളിച്ചു ചേർത്തിട്ടുള്ളത്.